നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കണ്ണൻ്റെ ആനകളുടെ ഒരു താവളമായ പുന്നത്തൂർ ആനക്കോട്ടയിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ വഴിയിലൂടെ നേരെ നടന്നാൽ നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ മുതിർന്ന ആൾക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് ചാർജ്. നമ്മുടെ മൊബൈൽ ക്യാമറ അല്ലാതെ വീഡിയോ ക്യാമറയ്ക്ക് എക്സ്ട്രാ പൈസ ഈടാക്കുന്നുണ്ട്. ചെന്ന് കയറുമ്പോൾ തന്നെ അത്യാവശ്യം മതപ്പാടിലുള്ള ഒരു കൊമ്പനെയാണ് ആദ്യമായി കണിയായിട്ട് നമ്മൾ കണ്ടത്. അത് കുറച്ച് മതപ്പാടിലാണ്. അതിൻ്റെ മതപ്പാട് ഏകദേശം കഴിയാറായിരിക്കണം. എന്നാലും അതിൻ്റെ ഭജനത്തിൻ്റെ ഭാഗമായി പാപ്പാൻ കുറച്ച് അകന്ന് നിന്നുകൊണ്ട് അതിന് വെള്ളവും അതിനെ കുളിപ്പിക്കലും മറ്റും ചെയ്യുകയാണ്. പാടിലാണ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല പരിചരണം ആവശ്യമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ തറയും മറ്റും നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. ഇപ്പോൾ കാണുന്ന നമ്മുടെ ആനത്തറവാട്ടിലെ ആന മുത്തശ്ശി ഇപ്പോൾ അതിനെ പുറത്തേക്കൊന്നും അങ്ങ് കൊണ്ടുപോകുന്നില്ല. അതിനെ നല്ല റബ്ബർ മാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് കഴുകി വൃത്തിയാക്കുകയാണ്. വന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ആനകളും കുളിയുടെ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് മറ്റൊരു പിടിയാനാണ്, ദേവി എന്ന പേരുള്ള പിടിയാനയാണ്. ഇത് ആനത്തറവാട്ടിൽ 1-2 പിടിയാനകൾ മാത്രമേ ഉള്ളൂ. ഏകദേശം 38-40 ആനകളുടെ അടുത്ത് ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ടും ഇവിടെ നോ എൻട്രി എന്നുള്ള ബോർഡ് കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഏകദേശം മതപ്പാടിലായ ആനകളും കുറച്ച് പ്രശ്നക്കാരായ ആനകളെയാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം, ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ആനകളെ കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അവിടെ ഒരു ആനയ്ക്ക് തീറ്റയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിന് പുന്നത്തൂർ ആനക്കോട്ട എന്നാണ് പറയുക. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആനകളെ പരിചരിക്കുന്നതിനും അവയ്ക്ക് താമസിക്കുന്നതിനും പറ്റിയ ഉണ്ടാക്കിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർമാരുടെ സേവനവും എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
അതുപോലെ തന്നെ ജനങ്ങളൊക്കെ ഈ ആനകളെ കാണാനുള്ള സൗകര്യവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗുരുവായൂർക്ക് പോകുന്ന ജംഗ്ഷൻ ഉണ്ട്, നമ്മുടെ കോട്ടപ്പടി ജംഗ്ഷൻ എന്ന് പറയും. അവിടെ നിന്ന് ഒരു ബസ്സിനാണെങ്കിൽ 10 രൂപ, ഓട്ടോ വിളിക്കുകയാണെങ്കിൽ 30 രൂപ പോയിൻ്റാണ് ഇങ്ങോട്ടുള്ളത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആന വളർത്തൽ പരിപാലന കേന്ദ്രമാണ് ഇത് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 10-40 ആനകളുടെ അടുത്ത് ഇവിടെ ഇപ്പോഴുണ്ട്. മുന്നേ നമ്മുടെ ഭക്തന്മാർ വഴിപാടായിട്ട് നടക്കിയിരുത്തുന്നതാണ് ഈ ആനകളെല്ലാം. ഇപ്പോൾ അതിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ പല കർക്കശമായ നിർദ്ദേശങ്ങൾ കാരണം ഇപ്പോൾ പ്രതീകാത്മകമായി മാത്രമേ നടയിരുത്താറുള്ളൂ. അത് അല്ലാതെ ആനകളെ വഴിപാടായി കൊടുക്കുന്ന ഏർപ്പാട് ഇപ്പോൾ നിലവിലില്ല. ആ കാണുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെ ഏറ്റവും വലിയ ആനകളിലൊന്നായ രാജശേഖരനാണ്. നമ്മുടെ കേരളത്തിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ആനകളിൽ പ്രമുഖനാണ് ഇവൻ. ഈ കാണുന്നതാണ് ആനക്കൊട്ടിൽ. ആനകളെ ചട്ടം പഠിപ്പിക്കുന്നതിന് വേണ്ടി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഏർപ്പാടാണിത്. ഇപ്പോൾ ഇത് അങ്ങനെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് തോന്നുന്നത്.
പുന്നത്തൂർ കോട്ടയുടെ ഭാഗമായിട്ട് തന്നെ വലിയൊരു ജലാശയം ഇവിടെ ഉണ്ട്, കുളം. നമ്മുടെ ആനകളെ കുളിപ്പിക്കാനൊക്കെ മറ്റും ഉപയോഗിക്കുന്നതാണ്. നല്ല വലിയ കുഴപ്പമില്ലാത്ത ആനകളെ അവിടെ ഇറക്കി വേനൽക്കാലത്ത് നല്ല സുഖമായിട്ട് കുളിപ്പിച്ച് കൊണ്ടുപോകാറുണ്ട്. ഇന്നിപ്പോൾ ഈ നേരത്തെ ഇപ്പോൾ എല്ലാം പൈപ്പിൽ നിന്നുള്ള കുളിയാണ് കാണുന്നത്, ഒന്നും ഇറക്കി കാണുന്നില്ല ആരെയും. ഈ കാണുന്നതാണ് പുന്നത്തൂർ കോട്ട ശരിക്കും പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ്. ടാർപ്പായൊക്കെ മേഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഓടെല്ലാം ഇളകി വീണ് ഇങ്ങനെ കിടക്കുകയാണ്. എന്താ അപ്പോൾ ഇതിങ്ങനെ കിടക്കണമെന്നുള്ളതിൻ്റെ കാര്യം അറിയുന്നില്ല. ശരിക്കും രണ്ടാമതൊന്ന് പരിപാലിച്ച് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. കാരണം പഴയ കാലത്തെ സ്മൃതികൾ, ചരിത്ര സ്മൃതികൾ നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ ഒരാവശ്യം തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ദയവേത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ.